ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ അടുത്ത ഘട്ടം LDC എക്സാം എഴുതുന്ന കൂട്ടുകാർക്ക് ഒരു പ്രയോജനപ്രദമാകുന്ന രീതിയിലാണ് നമ്മുടെ ഇന്നത്തെ ഒരു ക്ലാസ്. അതായത് കേന്ദ്ര മന്ത്രിസഭ, കേന്ദ്ര മന്ത്രിമാരുടെ വകുപ്പുകളും അവരുടെ പേരുകളും ഒക്കെ സ്ഥിരമായിട്ട് നമ്മുടെ LDC എക്സാംസിന് ചോദിക്കുന്നതാണ്. അപ്പം ഇനി അടുത്ത ഘട്ടം നടക്കാൻ പോകുന്ന എക്സാംസിനൊക്കെ കേന്ദ്രമന്ത്രിമാർ, അവരുടെ പ്രധാനപ്പെട്ട സഹമന്ത്രിമാർ അവരുടെ വകുപ്പുകളൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ വളരെയധികം ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഈ ഒരു പാർട്ട് നമ്മൾ വളരെ എളുപ്പത്തിൽ കോഡുകൾ ഉപയോഗിച്ച് തന്നെ വളരെ എളുപ്പത്തിൽ തന്നെ അങ്ങ് പഠിച്ചങ്ങ് പോവാം. അപ്പോൾ പിന്നെ ഈ ഒരു ഭാഗത്തേക്ക് വരേണ്ട ആവശ്യമേ ഇല്ല, ഒരു മാർക്ക് ഇതിൽ നിന്ന് ഉറപ്പാണ്. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തിയിട്ടുണ്ടെന്ന് കാണാൻ ശ്രമിക്കുക. അപ്പം കേന്ദ്ര മന്ത്രിസഭ അപ്പോൾ ക്യാബിനറ്റ് മന്ത്രിമാർ 32 ക്യാബിനറ്റ് മന്ത്രിമാരുണ്ട്. നമ്മുടെ മോദിയുടെ 3ാം കേന്ദ്രമന്ത്രിസഭയിൽ മോദി ഉൾപ്പെടെ 32 ക്യാബിനറ്റ് മന്ത്രിമാരാണ് നിലവിൽ നമ്മുടെ കേന്ദ്ര മന്ത്രിസഭയിലുള്ളത്. ക്ലിയർ അല്ലേ? 32 ക്യാബിനറ്റ് മന്ത്രിമാർ. ക്ലിയർ അല്ലേ? അപ്പോൾ നമുക്ക് ഓരോരുത്തരുടെ വകുപ്പ് അങ്ങ് പഠിച്ചു പോകാം, വളരെ എളുപ്പത്തിൽ തന്നെ അങ്ങ് പഠിച്ചു പോകാം. നമുക്കറിയാം, നരേന്ദ്രമോദിയാണ് പ്രധാനമന്ത്രി. എത്രാമത്തെ പ്രധാനമന്ത്രിയാണ്? 3ാമത്തെ പ്രധാനമന്ത്രിയാണ് അദ്ദേഹം. അടുപ്പിച്ച് മൂന്നാം വട്ടം പ്രധാനമന്ത്രിയാവുന്ന വ്യക്തിയാണ് നരേന്ദ്രമോദി കേട്ടോ. അതോടെ ഓർത്ത് വെച്ചാണ് നരേന്ദ്രമോദി പ്രധാനമന്ത്രി. അദ്ദേഹത്തിൻ്റെ വകുപ്പുകൾ ഏതൊക്കെയാണ്? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചാൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഇത് കണക്ട് ചെയ്ത് പഠിക്കാൻ സാധിക്കുന്ന വകുപ്പുകളാണ് അദ്ദേഹത്തിൻ്റെ. അതായത് നമ്മൾ കേരള മന്ത്രിസഭ പഠിക്കുമ്പം പിണറായി വിജയൻ്റെ വകുപ്പുകൾ പഠിക്കുന്ന പോലെ തന്നെയാണ് ഈ നരേന്ദ്രമോദിയുടെ വകുപ്പുകൾ. അതായത് ഞാൻ വകുപ്പുകൾ പറയാം, അപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് കണക്റ്റ് ആകും. വകുപ്പുകൾ, നരേന്ദ്രമോദിയുടെ വകുപ്പുകൾ: പേഴ്സണൽ, പൊതുപരാതി പരിഹാരം, പെൻഷൻ, ആണവോർജം, ബഹിരാകാശം, സുപ്രധാന നയവിഷയങ്ങൾ, മറ്റു മന്ത്രിമാർക്ക് നൽകിയിട്ടില്ലാത്ത മുഴുവൻ വകുപ്പുകളും. വളരെ എളുപ്പത്തിൽ നമ്മൾ പഠിക്കുകയെ. നരേന്ദ്രമോദിയുടെ വകുപ്പുകൾ ഏതൊക്കെയാണ്? പേഴ്സണൽ വകുപ്പ്, അത് എന്തായാലും പ്രധാനമന്ത്രിയാണ്, പേഴ്സണൽ വകുപ്പ്. പിന്നെ പൊതുപരാതി പരിഹാരം, അതുപോലെ പെൻഷൻ, പൊതുപരാതി പരിഹാരം, പെൻഷൻ, ആണവോർജം, ബഹിരാകാശം, സുപ്രധാന നയവിഷയങ്ങൾ, മറ്റു മന്ത്രിമാർക്ക് നൽകിയിട്ടില്ലാത്ത മുഴുവൻ വകുപ്പുകളും. നമ്മൾ കേരള മന്ത്രിസഭയിൽ പറയുമ്പോൾ മറ്റു മന്ത്രിമാർക്ക് നൽകിയിട്ടില്ലാത്ത മുഴുവൻ വകുപ്പുകളും ആർക്കാണ് പോകുന്നത്? മുഖ്യമന്ത്രിക്കാണ് പോകുന്നത്. അന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് നമ്മുടെ കേന്ദ്ര മന്ത്രിസഭയിലും മറ്റു മന്ത്രിമാർക്ക് നൽകിയിട്ടില്ലാത്ത മുഴുവൻ വകുപ്പുകളും ആർക്ക് പോവും? നരേന്ദ്രമോദിക്ക് പോകും. ക്ലിയർ അല്ലേ? എപ്പോഴും നമ്മുടെ പരീക്ഷയ്ക്ക് നരേന്ദ്രമോദിയുടെ വകുപ്പുകളല്ല മെയിനായിട്ട് ചോദിക്കുന്നത്, ബാക്കിയുള്ള കേന്ദ്രമന്ത്രിമാരുടെ വകുപ്പുകളാണ് സ്ഥിരമായിട്ട് PSC പരീക്ഷയ്ക്ക് ചോദിക്കേണ്ടത്. അതാണ് നമ്മൾ മെയിനായിട്ട് പഠിച്ചു വെക്കേണ്ടത്. പിന്നെ വേറൊരു നമുക്കൊരു ബോണസ്, നമുക്കൊരു ഇതെന്ന് പറഞ്ഞാൽ, ആശ്വാസം എന്ന് പറഞ്ഞാൽ, അതായത് നമ്മുടെ ഈ കഴിഞ്ഞ 2ാം മോദിസഭയിൽ നിന്ന് 3ാം മോദിസഭയിലോട്ട് വരുമ്പോൾ ചില മന്ത്രിമാരുടെ വകുപ്പുകൾ ചേഞ്ച് ആയിട്ടില്ല, അതുപോലെ തന്നെ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് പഠിക്കാൻ കുറച്ച് എളുപ്പമായിരിക്കും. അങ്ങനെ ഒരാളായത് അങ്ങനെ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. അങ്ങനെ ഒരാളാണ് രാജ്നാഥ് സിംഗ് പ്രതിരോധ വകുപ്പ്. നമുക്ക് എളുപ്പം തന്നെ കണക്ട് ചെയ്യാമേ. കഴിഞ്ഞ വട്ടം ഇദ്ദേഹത്തിൻ്റെ കയ്യിലായിരുന്നു പ്രതിരോധ വകുപ്പ്. അപ്പോൾ രാജ്നാഥ് സിംഗ് പ്രതിരോധം. അതുപോലെ തന്നെ അമിത്ഷാ ആഭ്യന്തരം സഹകരണം. ചേഞ്ച് ആയിട്ടില്ല. കഴിഞ്ഞ വട്ടവും അമിത്ഷായ്ക്ക് ആഭ്യന്തരവും ഉണ്ട്, അതുപോലെ തന്നെ സഹകരണവും ഉണ്ട്. അപ്പം എന്താണ്? അമിത്ഷാ ആഭ്യന്തരം സഹകരണം. ആഭ്യന്തരം ഉണ്ടെങ്കിലേ സഹകരണം വരത്തുള്ളൂ കേട്ടോ. അപ്പോൾ പോലീസ് ഉണ്ടെങ്കിലേ അവിടെ സഹകരണം ഒക്കെ കാര്യങ്ങൾ നടക്കത്തുള്ളൂ എന്നങ്ങ് കണക്ട് ചെയ്ത് പഠിച്ചു. അമിത്ഷാ ആഭ്യന്തരം സഹകരണം, ആഭ്യന്തരം സഹകരണ വകുപ്പ്. അടുത്തത് നമ്മുടെ നിതിൻ ഗഡ്കരി. അതും ചേഞ്ച് ആയിട്ടില്ല. നിതിൻ ഗഡ്കരി റോഡ് ഗതാഗതം, ഹൈവേ. നിതിൻ ഗഡ്കരി ഏതൊക്കെ വകുപ്പുകളാണ്? റോഡ് ഗതാഗതം, ഹൈവേ. റോഡ് ഗതാഗതം പറയുമ്പോൾ തന്നെ കണക്ട് ചെയ്യാമല്ലോ, ഹൈവേയോടെ കണക്ട് ചെയ്യാമല്ലോ. ഇദ്ദേഹത്തിൻ്റെ 2ാം മോദിസഭയിലും ഇദ്ദേഹത്തിന് റോഡ് ഗതാഗതമായിരുന്നു, പൊതുമരാമത്ത് വകുപ്പായിരുന്നു. നമ്മുടെ മലയാളത്തിൽ പറയുമ്പോൾ പൊതുമരാമത്ത് വകുപ്പായിരുന്നു നിതിൻ ഗഡ്കരിക്ക്. അപ്പോൾ നിതിൻ ഗഡ്കരിയുടെ വകുപ്പ് ഏതൊക്കെയാണ് നിലവിലെ? റോഡ് ഗതാഗതവും ഹൈവേ. അടുത്ത നമ്മുടെ JP നദ്ദ. ഇതൊരു പുതിയൊരു വ്യക്തിയാണ്. JP നദ്ദ ആരായിരുന്നു? നമ്മുടെ BJPയുടെ ദേശീയ പ്രസിഡൻ്റാണ് JP നദ്ദ. അപ്പോൾ അദ്ദേഹം ഈ വട്ടം ഇലക്ഷനിൽ നിന്ന് ജയിച്ച് കേന്ദ്ര മന്ത്രിസഭയിൽ വന്നിട്ടുണ്ട്. JP നദ്ദയുടെ വകുപ്പുകൾ ആരോഗ്യം, കുടുംബക്ഷേമം. അപ്പോൾ നമുക്കറിയാം, ആരോഗ്യം, കുടുംബക്ഷേമം ഒക്കെ ഒരു മന്ത്രിയുടെ കീഴിലേ വരത്തുള്ളൂ. അത് കണക്ട് ചെയ്തിരിക്കുന്ന വകുപ്പുകളാണ്. ആരോഗ്യം, കുടുംബക്ഷേമം. ആരോഗ്യം ഉണ്ടെങ്കിലേ നല്ലൊരു കുടുംബത്തിന് ക്ഷേമം വരത്തുള്ളൂ എന്ന് ഓർത്ത് വെച്ചാൽ മതി. JP നദ്ദ ആരോഗ്യം, കുടുംബക്ഷേമം. മറക്കല്ലേ. അടുത്തത് നമ്മുടെ ശിവരാജ് സിംഗ് ചൗഹാൻ. ഏതൊക്കെ വകുപ്പുകളാണ്? കൃഷി, ഗ്രാമവികസനം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ശിവരാജ് സിംഗ് ചൗഹാൻ, കൃഷി, ഗ്രാമവികസനം. ഈ ശിവരാജ് സിംഗ് ചൗഹാൻ്റെ ഈ ചൗഹാൻ നിങ്ങളങ്ങ് കണക്ട് ചെയ്ത് പഠിച്ചോ. അതായത് ഈ ചൗഹാൻ എന്നുള്ളത് ചൗവല്ലേ, ഇത് ചൗവരി എന്നങ്ങ് ഓർത്തു. ചൗവരി. അപ്പോൾ ചൗവരിയൊക്കെ കൃഷി ചെയ്യുന്ന സാധനമല്ലേ. അപ്പം ചൗവരി കൃഷി ചെയ്യുന്നു. കൃഷി എവിടെയാണ് നമ്മൾ കൂടുതലും ചെയ്യുന്നത്? ഗ്രാമത്തിലല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ
ചൗവരി കൃഷി ചെയ്യുന്നത് ഗ്രാമത്തിലാണ്, അങ്ങനെ ഓർത്ത് വെച്ചാൽ ചൗവരി കൃഷി ചെയ്യുന്നത് ഗ്രാമത്തിലാണ്. ശിവരാജ് സിംഗ് ചൗഹാൻ വകുപ്പുകൾ ഏതൊക്കെയാണ്? കൃഷി ഗ്രാമവികസനം. കൃഷി ഗ്രാമവികസനം കണക്ട് ചെയ്തോണേ. ചൗവരി കൃഷി ചെയ്യുന്നത് ഗ്രാമത്തിലാണ്. ക്ലിയർ അല്ലേ? ശിവരാജ് സിംഗ് ചൗഹാൻ കൃഷി ഗ്രാമവികസനം. ശിവരാജ് സിംഗ് ചൗഹാൻ കൃഷി ഗ്രാമവികസനം. ക്ലിയർ അല്ലേ? പിന്നെ നമ്മുടെ നിർമ്മല സീതാരാമൻ ധനകാര്യം, ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, ചേഞ്ച് ആയിട്ടില്ല. നിർമ്മല സീതാരാമൻ ധനകാര്യ വകുപ്പ്. അപ്പോൾ നമുക്ക് ഇത്രയും വകുപ്പുകൾ ഒന്നുകൂടെ പറഞ്ഞു പോകാം, അപ്പോൾ നിങ്ങൾക്ക് മറക്കത്തില്ല. അപ്പോൾ ഒന്നുകൂടെ നമുക്ക് ഇത്രയും ആൾക്കാരെ ഒന്നുകൂടെ പറഞ്ഞു പോകാം. രാജ്നാഥ് സിംഗ് പ്രതിരോധം. രാജ്നാഥ് സിംഗ് പ്രതിരോധം. അമിത്ഷാ ആഭ്യന്തരം സഹകരണം. ആഭ്യന്തരം ഉണ്ടെങ്കിലേ സഹകരണം വരത്തുള്ളൂ. നിതിൻ ഗഡ്കരി റോഡ് ഗതാഗതം ഹൈവേ. റോഡ് ഉണ്ടെങ്കിലേ ഹൈവേ വരത്തുള്ളൂ. റോഡ് ഗതാഗതം ഹൈവേ നിതിൻ ഗഡ്കരി. JP നദ്ദ ആരോഗ്യം കുടുംബക്ഷേമം. ആരോഗ്യം കുടുംബക്ഷേമം കേട്ടോ. JP നദ്ദ ആരോഗ്യം കുടുംബക്ഷേമം. ശിവരാജ് സിംഗ് ചൗഹാൻ കൃഷി ഗ്രാമവികസനം. ചൗവരി കൃഷി ചെയ്യുന്നത് ഗ്രാമത്തിലാണ് കേട്ടോ. ശിവരാജ് സിംഗ് ചൗഹാൻ കൃഷി ഗ്രാമവികസനം. നിർമ്മല സീതാരാമൻ ധനകാര്യം. ക്ലിയർ അല്ലേ? നമുക്ക് അടുത്ത വ്യക്തികളിലോട്ട് പോകാം. അടുത്തതും ചേഞ്ച് ആയിട്ടില്ല. S ജയശങ്കർ വിദേശകാര്യം. അപ്പം ഡോക്ടർ S ജയശങ്കർ എന്നാണ്. ഡോക്ടർ S ജയശങ്കർ വിദേശകാര്യ വകുപ്പ്. അപ്പോൾ അത് ചേഞ്ച് ആയിട്ടില്ല, അത് നമുക്ക് കണക്ട് ചെയ്ത് പിടിക്കാം. S ജയശങ്കർ വിദേശകാര്യം. പിന്നെ അടുത്തത് മനോഹർ ലാൽ ഖട്ടർ ഊർജ്ജ വകുപ്പാണ്. മനോഹർ ലാൽ ഖട്ടർ ഊർജ്ജ വകുപ്പാണ്. പിന്നെ ഇദ്ദേഹത്തിന് ഊർജ്ജ വകുപ്പ് കൂടാതെ തന്നെ ഭവന നഗരകാര്യ വകുപ്പ് കൂടെ ഉണ്ട് കേട്ടോ. ഭവന വകുപ്പ് അഥവാ ഭവന വകുപ്പ് കൂടെ ഇദ്ദേഹത്തിനുണ്ട്. ഭവന നഗരകാര്യ വകുപ്പ് കൂടെ നമ്മുടെ മനോഹർ ലാൽ ഖട്ടറിനുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കണക്ട് ചെയ്ത് പിടിക്കാൻ വളരെ എളുപ്പമായിട്ടുള്ളൊരു കോഡുണ്ട്. അതായത് നമുക്ക് മനുഷ്യന് ഊർജ്ജം ഉണ്ടെങ്കിലേ മനോഹരമായിട്ടിരിക്കാൻ സാധിക്കത്തുള്ളൂ. സത്യമല്ലേ പറഞ്ഞ്? നമുക്കെപ്പോഴും നല്ലൊരു പോസിറ്റീവായിട്ടുള്ളൊരു ഊർജ്ജവും കാര്യങ്ങളും എനർജിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മനോഹരമായിട്ടിരിക്കാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ മനോഹരമായിട്ടിരുന്നെങ്കിൽ ഇരിക്കാൻ സാധിച്ചാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നല്ലൊരു ഭവനം കൊണ്ടുവരാൻ സാധിക്കും. നമ്മൾ നല്ലൊരു ഭവനം ഉണ്ടാക്കാൻ സാധിക്കും. അങ്ങനെ ഓർത്ത് വെച്ചോ, കണക്ട് ചെയ്ത് വെച്ചോ. അപ്പോൾ മനോഹരമായിട്ടിരിക്കണമെങ്കിൽ എന്ത് വേണം? ഊർജ്ജം വേണം. മനോഹർ ലാൽ ഖട്ടർ ഏതൊക്കെ വകുപ്പുകളാണ്? ഊർജ്ജ വകുപ്പ്, ഭവന വകുപ്പ്, അതുപോലെ തന്നെ നഗരകാര്യ വകുപ്പ്. ഊർജ്ജ വകുപ്പ്, ഭവനകാര്യ, നഗരകാര്യ വകുപ്പ് കേട്ടോ. മനോഹർ ലാൽ ഖട്ടർ. ക്ലിയർ അല്ലേ? അടുത്തത് നമ്മുടെ HD കുമാരസ്വാമി ഖന വ്യവസായം ഉരുക്ക്. അപ്പോൾ ഈ HD കുമാരസ്വാമി എന്ന് പറയുമ്പോൾ നമ്മുടെ JDS എന്ന് പറഞ്ഞൊരു പാർട്ടിയുണ്ട്. ആ പാർട്ടിയുടെ എൻ്റെ നേതാവാണ് ഈ HD കുമാരസ്വാമി. ഞാൻ പറയാം, HD ദേവഗൗഡ എന്നൊക്കെ പറയത്തില്ല, നമ്മുടെ മുൻ പ്രധാനമന്ത്രി HD ദേവഗൗഡയുടെ മകനാണ് ഈ HD കുമാരസ്വാമി. ഇദ്ദേഹം വരുന്നത് കർണാടകയിൽ നിന്നാണ്. അപ്പോൾ കർണാടക എന്ന് നമുക്ക് പെട്ടെന്ന് കർണാടക, കന്നഡ എന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ആരെയാണ് മനസ്സിൽ വരുന്നത്? യാഷിനെയല്ലേ, അതായത് KGF-ലല്ലേ, KGF ഒക്കെ അല്ലേ നമുക്ക് മെയിനായിട്ട് കർണാടക എന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് മൈൻഡിലോട്ട് കണക്റ്റ് ആവുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു യാഷില്ലേ, അതായത് KGF-ലൊക്കെ ഒരു ഘന വ്യവസായം, അതുപോലെ തന്നെ ഉരുക്ക് കൊണ്ടൊക്കെ അല്ലേ ഭയങ്കര ഫൈറ്റും കാര്യങ്ങളും ഒക്കെ നടക്കുന്നത്. ഉരുക്ക് പോലല്ലേ അതിനകത്തൊക്കെ യാഷിനെയൊക്കെ കണ്ടായിരിക്കുന്നത്. അപ്പോൾ അന്ന് പറഞ്ഞതുകൊണ്ടാണ് കണക്ട് ചെയ്തങ്ങ് വെച്ചോ. HD കുമാരസ്വാമി കർണാടകക്കാരനാണ്. നിങ്ങൾ കണക്ട് ചെയ്ത് വെച്ചോ. കർണാടകയിലാണ് ഘനവ്യവസായം ഉരുക്ക്, അങ്ങനെ കണക്ട് ചെയ്ത് വെച്ചോ. HD കുമാരസ്വാമി ഘനവ്യവസായം ഉരുക്ക്. HD കുമാരസ്വാമി കർണാടക ഘനവ്യവസായം ഉരുക്ക്. ക്ലിയർ അല്ലേ? അടുത്തത് പീയൂഷ് ഗോയൽ വാണിജ്യം വ്യവസായം. പീയൂഷ് ഗോയൽ വാണിജ്യം വ്യവസായം. പീയൂഷ് ഗോയൽ ഏതൊക്കെ വകുപ്പുകളാണ്? വാണിജ്യ വകുപ്പ്, അതുപോലെ തന്നെ വ്യവസായ വകുപ്പ്. അടുത്തത് നമ്മുടെ ധർമ്മേന്ദ്ര പ്രധാൻ വിദ്യാഭ്യാസ വകുപ്പ്. ധർമ്മേന്ദ്ര പ്രധാൻ വിദ്യാഭ്യാസ വകുപ്പ്. അപ്പോൾ ധർമ്മേന്ദ്ര പ്രധാൻ ഇതും കണക്ട് ചെയ്യാൻ വളരെ എളുപ്പമായിട്ടുള്ളൊരു കോഡുണ്ട്. അതായത് പ്രധാൻ നമുക്കെപ്പോഴും നമുക്കൊരു പ്രാഥമിക വിദ്യാഭ്യാസം അല്ലെ, നമ്മുടെ ഇന്നത്തെ കാലത്ത് നമുക്ക് വിദ്യാഭ്യാസം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു കാര്യമാണ് വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. അപ്പോൾ പ്രധാൻ കേട്ടോ, പ്രധാനപ്പെട്ട കാര്യമാണ് വിദ്യാഭ്യാസം, പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ അങ്ങനെ കണക്ട് ചെയ്തോ. ധർമ്മേന്ദ്ര പ്രധാൻ ഏത് വകുപ്പാണ്? വിദ്യാഭ്യാസം. അപ്പോൾ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ആരാണെന്ന് ചോദിച്ചാൽ പറയണം ധർമ്മേന്ദ്ര പ്രധാൻ. കാരണം വിദ്യാഭ്യാസം വളരെ പ്രധാനമായ ഒന്നാണ് കേട്ടോ. അടുത്തത് നമ്മുടെ ജിതൻ റാം മാഞ്ചി ഏതൊക്കെ വകുപ്പുകളാണ്? ചെറുകിട ഇടത്തര സംരംഭം. ജിതൻ റാം മാഞ്ചി ചെറുകിട ഇടത്തരം സംരംഭമാണ് വരുന്നത്. ഈ ജിതൻ റാം മാഞ്ചിയുടെ മാഞ്ചി നമ്മളങ്ങ് എടുക്കുക, മാഞ്ചിയെ നമ്മൾ ഇഞ്ചിയാക്കുക കേട്ടോ. ഇഞ്ചി എങ്ങനെയാണ് കൃഷി ചെയ്യുന്നത്? ചെറുകിട കൃഷിയല്ലേ ഇഞ്ചി ചെയ്യുന്നത്? ചെറുകിട ഇടത്തര സംരംഭമല്ലേ നമ്മൾ ഇഞ്ചി കൃഷിയൊക്കെ ചെയ്ത് അത് വിൽക്കുക എന്നൊക്കെ പറയുന്നത്? ഒരു ഇടത്തരം അഥവാ ചെറുകിട സംരംഭമൊക്കെ അല്ലേ? അങ്ങനെ കണക്ട് ചെയ്ത് വെച്ചോ. ജിതൻ റാം മാഞ്ചി ചെറുകിട ഇടത്തരം സംരംഭം. ജിതൻ റാം മാഞ്ചി ചെറുകിട ഇടത്തര സംരംഭം. ക്ലിയർ അല്ലേ? അടുത്ത നമുക്ക് നോക്കാം. രാജീവ് രഞ്ജൻ സിംഗ് അഥവാ ലല്ലൻ സിംഗ് ഏതൊക്കെ വകുപ്പുകളാണ്? പഞ്ചായത്ത് രാജ്, ഫിഷറീസ്, മൃഗപരിപാലനം, ക്ഷീരോത്പാദനം.
ആണ്. അപ്പം രാജീവ് രഞ്ജൻ സിംഗ് അഥവാ ലല്ലൻ സിംഗ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ വകുപ്പുകൾ പഞ്ചായത്ത് രാജ്, ഫിഷറീസ്, മൃഗപരിപാലനം, ക്ഷീരോത്പാദനം. ഇത് കണക്ട് ചെയ്യാനും ഒരു പോയിന്റ് ഉണ്ട്. നമ്മൾ ഈ പഞ്ചായത്തിൽ നമുക്ക് മീൻ വളർത്തൽ തുടങ്ങാനുള്ള കാര്യങ്ങൾ അവർ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് പഞ്ചായത്തിൽ. അതുപോലെ തന്നെ എന്താണ് മൃഗപരിപാലനത്തിന് ചെയ്യുന്നുണ്ട്. പിന്നെ ക്ഷീരോത്പാദനം, പശുവിൻ്റെ കാര്യങ്ങളൊക്കെ ക്ഷീരോത്പാദനം, മൃഗപരിപാലനം, ഫിഷറീസ്, ഇതെല്ലാം പഞ്ചായത്തിലൂടെയാണ് പോകുന്നതെന്ന് നിങ്ങൾ കണക്ട് ചെയ്ത് വെച്ചോ. പഞ്ചായത്ത് രാജ്. അപ്പോൾ രാജീവ് രഞ്ജൻ സിംഗ്, ലല്ലൻ സിംഗ് ഏതൊക്കെ വകുപ്പുകളാണ്? പഞ്ചായത്ത് രാജ്, ഫിഷറീസ്, മൃഗപരിപാലനം, ക്ഷീരോത്പാദനം. അടുത്തത് നമ്മുടെ സർബാനന്ദ സോനോവാൾ, തുറമുഖം, ഷിപ്പിംഗ്, ജലഗതാഗതം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ് ഈ സർബാനന്ദ സോനോവാൾ. അതായത് നമുക്ക് പരീക്ഷയ്ക്ക് ഇനി അടുത്ത ഘട്ടം പരീക്ഷയ്ക്കൊക്കെ ചോദിക്കാൻ ചാൻസ് വളരെ കൂടുതലാണ്. കാരണം വിഴിഞ്ഞം പദ്ധതിയൊക്കെ നമുക്ക് നിലവിൽ വന്നിട്ടുണ്ട്. വിഴിഞ്ഞം പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട കേന്ദ്ര തുറമുഖ വകുപ്പ് മന്ത്രി ആരെന്നൊക്കെ അടുത്ത ഘട്ടം പരീക്ഷയ്ക്ക് ചോദിക്കാനൊക്കെ ഭയങ്കര ചാൻസ് കൂടുതലാണ്, ചോദിച്ചിട്ടുള്ളതുമാണ്. അപ്പം കേന്ദ്ര തുറമുഖ വകുപ്പ് മന്ത്രി ആരാണ്? സർബാനന്ദ സോനോവാൾ. സർബാനന്ദ സോനോവാൾ കണക്ട് ചെയ്ത് ഇപ്പോഴേ പഠിച്ചു വെച്ചോ. സർബാനന്ദ സോനോവാളിൻ്റെ വകുപ്പുകൾ ഏതൊക്കെയാണ്? തുറമുഖം, ഷിപ്പിംഗ്, ജലഗതാഗതം. തുറമുഖം, ഷിപ്പിംഗ്, ജലഗതാഗതം. തുറമുഖം എന്ന് കേട്ടാൽ പിന്നെ കണക്ട് ചെയ്യാമല്ലോ, ഷിപ്പിംഗ്, ജലഗതാഗതം. ക്ലിയർ അല്ലേ? അടുത്ത ഡോക്ടർ വീരേന്ദ്രകുമാർ, സാമൂഹിക നീതി വകുപ്പാണ്. ഡോക്ടർ വീരേന്ദ്രകുമാർ, സാമൂഹിക നീതി വകുപ്പ്. അപ്പോൾ നമുക്ക് ഇത്ര ഒന്നുകൂടെ ഒന്ന് പറയാം. ഡോക്ടർ എസ് ജയശങ്കർ, വിദേശകാര്യം. മനോഹർലാൽ ഖട്ടർ, ഊർജ്ജം. മനോഹരമായിട്ടിരുന്നാലേ ഊർജ്ജം കിട്ടത്തുള്ളൂ. പിന്നെ അദ്ദേഹത്തിൻ്റെ മറ്റു വകുപ്പ് ഏതാണ്? ഭവനകാര്യ വകുപ്പോടുണ്ട് കേട്ടോ. ഊർജ്ജ വകുപ്പ് അതുപോലെ തന്നെ ഭവനകാര്യ വകുപ്പോടുണ്ട് കേട്ടോ. അതോടൊന്ന് കണക്ട് ചെയ്താണ്. പിന്നെ HD കുമാരസ്വാമി, ഘനവ്യവസായം, ഉരുക്ക്. പീയൂഷ് ഗോയൽ, വാണിജ്യം, വ്യവസായം. ധർമ്മേന്ദ്ര പ്രധാൻ, വിദ്യാഭ്യാസം. എന്താണ്? വിദ്യാഭ്യാസം പ്രധാനമായിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. പിന്നെ ജിതൻ റാം മാഞ്ചി, ചെറുകിട ഇടത്തര സംരംഭം. ഇഞ്ചി ചെറുകിട ഇടത്തര കൃഷിയല്ല ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ കണക്ട് ചെയ്തോ. പിന്നെ രാജീവ് രഞ്ജൻ സിംഗ്, ലല്ലൻ സിംഗ് എന്താണ്? പഞ്ചായത്ത് രാജ്, ഫിഷറീസ്, മൃഗപരിപാലനം, ക്ഷീരോത്പാദനം. ഡോക്ടർ സർബാനന്ദ സോനോവാൾ, തുറമുഖം, ഷിപ്പിംഗ്, ജലഗതാഗതം. ഡോക്ടർ വീരേന്ദ്രകുമാർ, സാമൂഹിക നീതി കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്തതിലോട്ട് പോകാം. റാം മോഹൻ നായിഡു, വ്യോമയാനം കേട്ടോ. റാം മോഹൻ നായിഡു വ്യോമയാനം കേട്ടോ. റാം മോഹൻ നായിഡു ഏത് വകുപ്പാണ്? വ്യോമയാന വകുപ്പ് കേട്ടോ. പിന്നെ അടുത്തത് നമുക്ക് പ്രഹ്ലാദ് ജോഷി. പ്രഹ്ലാദ് ജോഷി എന്ന് പറയുമ്പോൾ ഭക്ഷ്യം, ഉപഭോക്തൃകാര്യം, പൊതുവിതരണം, പുനഃസൃഷ്ടിക്കാവുന്ന ഊർജ്ജം. ഈ വകുപ്പുകളെല്ലാം കണക്ട് ചെയ്യുന്ന ടൈപ്പിലുള്ള വകുപ്പുകളല്ലേ? ഭക്ഷ്യവകുപ്പിൻ്റെ കൂടെ അല്ലേ ഉപഭോക്തൃകാര്യം വരുന്നത്, അതിൻ്റെ കൂടെ അല്ലേ പൊതുവിതരണം വരുന്നത്, പിന്നെ അതിൻ്റെ കൂടെ പ്ലസ് പുനഃസൃഷ്ടിക്കാവുന്ന ഊർജ്ജം കേട്ടോ. അതോടെ നോക്കി വെച്ചാണേ. പ്രഹ്ലാദ് ജോഷി, ഭക്ഷ്യം, ഉപഭോക്തൃകാര്യം, പൊതുവിതരണം, പുനഃസൃഷ്ടിക്കാവുന്ന ഊർജ്ജം കേട്ടോ. പ്രഹ്ലാദ് ജോഷി. പിന്നെ നമ്മുടെ അടുത്ത മന്ത്രിയാണ്, കേന്ദ്രമന്ത്രിയാണ് ജൂവൽ ഒരാം. ജൂവൽ ഒരാം ഏത് വകുപ്പാണ്? പട്ടികവർഗ വകുപ്പാണ്. പട്ടികവർഗ വകുപ്പാണ് ജൂവൽ ഒരാം എന്നാണ്. അപ്പോൾ അതായത് നമുക്ക് ഈ പട്ടികവർഗം എന്നൊക്കെ പറയുമ്പോൾ എന്താണ്? ഒരു ആദിവാസി ആ ഒരു കാറ്റഗറി വരുന്ന വകുപ്പല്ലേ. അപ്പം അവരൊക്കെ എങ്ങനെയാണോ നമുക്കിപ്പോൾ അവരുടെയൊക്കെ ഭാഷ എന്ന് പറയുമ്പോൾ ഒറാം എന്നൊക്കെ അല്ലേ അവരൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് വെച്ച് കണക്ട് ചെയ്തോ. ജൂവൽ ഒരാം. ജൂവൽ ഒരാം ഏതാണ് വകുപ്പ്? ജൂവൽ ഒരാം. ഒരാം എന്നാരാണ് പറയുന്നത്? പട്ടികവർഗ ആദിവാസികളാണ്. അപ്പോൾ കണക്ട് ചെയ്തോ. ജൂവൽ ഒരാം പട്ടികവർഗ വകുപ്പാണ് കേട്ടോ. പട്ടികവർഗ വകുപ്പ്. അടുത്തത് നമ്മുടെ ഗിരിരാജ് സിംഗ്, ടെക്സ്റ്റൈൽസ് വകുപ്പാണ്. ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ കണക്ട് ചെയ്യാം. ഗിരിരാജ് സിംഗ്, ടെക്സ്റ്റൈൽസ്. നമ്മൾ ഈ ഗിരിരാജ് എന്നുള്ളത് ഗിരിരാജൻ കോഴിയില്ലേ, നമ്മുടെ സിനിമകളിലൊക്കെ വന്നിട്ടുള്ള ഗിരിരാജൻ കോഴി, അതുമായിട്ട് കണക്ട് ചെയ്തു കേട്ടോ. അപ്പം ഗിരിരാജൻ കോഴി എന്താണ് ചെയ്യുന്നത്? അവർ ഗിരിരാജൻ കോഴിയുടെ എന്താണ് അവർ ആ സിനിമയിൽ അഭിനയിച്ച ആ ഗിരിരാജൻ കോഴി എന്ന് പറഞ്ഞ ക്യാരക്ടർ എന്താണ്? പെൺകുട്ടികളെ വായി നോക്കുന്നൊരു ക്യാരക്ടറല്ലേ. അപ്പോൾ അതിന് അവർക്ക് എന്താണ് വേണ്ടത്? എപ്പോഴും അവർക്ക് ചെത്ത് ഷർട്ടൊക്കെ ഇട്ടാലല്ലേ പെൺകുട്ടികൾ അട്രാക്റ്റ് ആകത്തുള്ളൂ. അപ്പോൾ അതിന് എന്താണ് അവർ ചെയ്യുന്നത്? ഗിരിരാജൻ കോഴിമാർ നേരെ ടെക്സ്റ്റൈൽസിൽ പോയി പുതിയ ടൈപ്പിലുള്ള വെറൈറ്റി, നിങ്ങൾ കണ്ടിട്ടില്ലേ ബസ് സ്റ്റോപ്പിലൊക്കെ ഇരിക്കുന്ന വെറൈറ്റി ഡ്രസ്സുകളൊക്കെ ഇട്ട് ട്രെൻഡിനനുസരിച്ചുള്ള ഡ്രസ്സുകളൊക്കെ അവർ ടെക്സ്റ്റൈൽസിൽ പോയി എടുക്കും. അങ്ങനെ കണക്ട് ചെയ്ത് വെച്ചോ. ഗിരിരാജൻ സിംഗ്, ടെക്സ്റ്റൈൽസ്. ഗിരിരാജൻ കോഴിമാർ ടെക്സ്റ്റൈൽസിൽ പോയാണ് പുതിയ ഡ്രസ്സുകൾ എടുത്താണ് വായി നോക്കാൻ വരുന്നത്. നമുക്ക് കണക്ട് ചെയ്തോ. ഗിരിരാജ് സിംഗ് വകുപ്പ് ഏതാ? ടെക്സ്റ്റൈൽസ് വകുപ്പ്. ഗിരിരാജ് സിംഗ്, ടെക്സ്റ്റൈൽസ് വകുപ്പ്. ക്ലിയർ അല്ലേ? അടുത്തത് നമ്മുടെ അശ്വിനി വൈഷ്ണവ്. അശ്വിനി വൈഷ്ണവിൻ്റെ വകുപ്പുകളാണ് റെയിൽവേ. അശ്വിനി വൈഷ്ണവ് ഏതൊക്കെ വകുപ്പുകളാണ്? റെയിൽവേ, വാർത്താവിതരണം, ഇലക്ട്രോണിക്സ്, IT കേട്ടോ. റെയിൽവേ, വാർത്താവിതരണം, ഇലക്ട്രോണിക്സ്, IT ആറ് വകുപ്പുകളാണ്? അശ്വിനി വൈഷ്ണവിൻ്റെ ആണ്. പിന്നെ നമ്മുടെ അടുത്ത ജ്യോതിരാദിത്യ സിന്ധ്യ. ജ്യോതിരാദിത്യ സിന്ധ്യയുടെ വകുപ്പുകളാണ് കമ്മ്യൂണിക്കേഷൻ കേട്ടോ. കമ്മ്യൂണിക്കേഷൻ. അടുത്തത് വടക്ക് കിഴക്കൻ മേഖലാ വികസനം. ഈ ജ്യോതിരാദിത്യ സിന്ധ്യ എന്ന് പറഞ്ഞ ആൾ കോൺഗ്രസ്സുകാരനായിരുന്നു. ഇപ്പം BJPയിലോട്ടൊക്കെ വന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വീടെന്ന് അദ്ദേഹം ആസാംകാരനാണ്. ഈ ആസാമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാലല്ലേ ഒരു വടക്കിഴക്കൻ ഭാഗമൊക്കെ വരുന്നത്. ആസാമൊക്കെ എന്നൊക്കെ പറയുമ്പോൾ എന്താണ്? ഒരു കവാടം പോലല്ലേ വടക്കിഴക്കൻ മേഖലയുടെ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ഈ വട്ടത്തെ മോദി മന്ത്രിസഭയിൽ എന്ത് ചെയ്തു? അദ്ദേഹത്തിന് വടക്ക് കിഴക്കൻ മേഖലാ വികസനോടെ കൊടുത്തു. അപ്പം ഈ വടക്ക് കിഴക്കൻ മേഖലയിലൊക്കെ കമ്മ്യൂണിക്കേഷൻ വളരെ കുറവാണ്.
മനസ്സിലായില്ലേ, കമ്മ്യൂണിക്കേഷൻ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഈ ആസാമിൽ കിടക്കുന്ന നമ്മുടെ ജ്യോതിരാദിത്യ സിന്ധ്യയ്ക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വളരെ എളുപ്പമാണ് വടക്ക് കിഴക്കൻ മേഖലയും വേണ്ട. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് വടക്ക് കിഴക്കൻ മേഖലാ വികസനത്തിനുള്ള വകുപ്പ് കൊടുത്തതെന്ന് കണക്ട് ചെയ്ത് വെച്ചോ. ജ്യോതിരാദിത്യ സിന്ധ്യയുടെ വകുപ്പുകൾ ഏതൊക്കെയാണ്? കമ്മ്യൂണിക്കേഷൻ, വടക്ക് കിഴക്കൻ മേഖലാ വികസനം, വടക്ക് കിഴക്കൻ മേഖലാ വികസനം, കമ്മ്യൂണിക്കേഷൻ. ക്ലിയർ അല്ലേ? അടുത്തത് ഭൂപേന്ദ്ര യാദവ് ഏതൊക്കെ വകുപ്പുകളാണ്? പരിസ്ഥിതി, വനം, കാലാവസ്ഥാ വ്യതിയാനം. വളരെ എളുപ്പത്തിൽ തന്നെ കണക്ട് ചെയ്യുക. ഭൂ എന്താണ്? ഭൂമിയല്ലേ? ഭൂമിയുമായിട്ട് കണക്ട് ചെയ്ത് വരുന്നതല്ലേ പരിസ്ഥിതി, വനം, കാലാവസ്ഥാ വ്യതിയാനം. ഭൂപേന്ദ്ര യാദവ് ഏതൊക്കെ വകുപ്പുകളാണ്? പരിസ്ഥിതി, വനം, കാലാവസ്ഥാ വ്യതിയാനം. അടുത്ത ആരാന്ന് നോക്കാം. ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത് ഏതൊക്കെ വകുപ്പുകളാണ്? സാംസ്കാരികം, ടൂറിസം. ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത് സാംസ്കാരികം, ടൂറിസം. വളരെ എളുപ്പമാണ്. ഗജം എന്ന് പറഞ്ഞാൽ എന്താണ്? ആനയാണ്. ആന എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു സാംസ്കാരികമായിട്ടുള്ള നമ്മുടെ തൃശ്ശൂർ പൂരം, നമ്മുടെ സാംസ്കാരിക തലസ്ഥാനം, കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനം ഏതാ? തൃശ്ശൂരല്ലേ? തൃശ്ശൂരിൽ നമ്മളെ സാംസ്കാരിക ഉത്സവം എന്ന് പറയുന്നതല്ലേ എന്താണ്? തൃശ്ശൂർ പൂരം എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്താണ്? ആനകളെയല്ലേ കൂടുതൽ വരുന്നത്. അപ്പം ഗജം എന്ന് പറയുമ്പോൾ ആനയല്ലേ? ആന എപ്പോഴും സാംസ്കാരികമായിട്ടല്ലേ ബന്ധപ്പെട്ടിരിക്കുന്നത്. അപ്പം ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത് സാംസ്കാരികം, ടൂറിസം. ഗജം സാംസ്കാരികമായിട്ട് ബന്ധപ്പെട്ട് പ്ലസ് ടൂറിസം അവിടെ വരുന്നുണ്ട്. ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത് സാംസ്കാരികം പ്ലസ് ടൂറിസമാണ് വകുപ്പുകൾ വരുന്നത്. അപ്പോൾ ഇത്ര ഒന്നുകൂടെ പറയാം. റാം മോഹൻ നായിഡു വ്യോമയാന വകുപ്പ്, പ്രഹ്ലാദ് ജോഷി ഭക്ഷ്യം, ഉപഭോക്തൃകാര്യം, പൊതുവിതരണം, പുനഃസൃഷ്ടിക്കാവുന്ന ഊർജ്ജം, ജൂവൽ ഒരാം പട്ടികവർഗം, ഗിരിരാജ് സിംഗ് ടെക്സ്റ്റൈൽസ്, ഗിരിരാജൻ കോഴി ഓർക്കണം, ടെക്സ്റ്റൈൽസിൽ പോകുന്നു. പിന്നെ അശ്വിനി വൈഷ്ണവ് റെയിൽവേ, വാർത്താവിതരണം, ഇലക്ട്രോണിക്സ്, IT. ജ്യോതിരാദിത്യ സിന്ധ്യ കമ്മ്യൂണിക്കേഷൻ, വടക്ക് കിഴക്കൻ മേഖലാ വികസനം. ഭൂപേന്ദ്ര യാദവ് പരിസ്ഥിതി, വനം, കാലാവസ്ഥാ വ്യതിയാനം. ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത് സാംസ്കാരികം, ടൂറിസം. ഇനി കുറച്ചുകൂടെ ഉള്ളത് നമുക്ക് അതുകൊണ്ട് അങ്ങ് പറഞ്ഞു പോകാം. അന്നപൂർണ ദേവി അടുത്തത് വനിതാ ശിശു വികസനം. പഠിക്കാൻ എളുപ്പമാണ്. അന്നപൂർണ ദേവി, ഈ ദേവിമാരല്ലേ എപ്പോഴും വനിതകളെയും ശിശുക്കളെയും ഒക്കെ സംരക്ഷിക്കുന്നതെന്ന് ഓർത്ത് വെച്ചാൽ മതി. അന്നപൂർണ ദേവി വനിതാ ശിശു വികസനം. അന്നപൂർണ ദേവി വനിതാ ശിശു വികസനം. കിരൺ റിജിജു പാർലമെൻ്ററി കാര്യം, ന്യൂനപക്ഷം. വളരെ എളുപ്പത്തിൽ തന്നെ കണക്ട് ചെയ്യാലോ. കിരൺ റിജിജു പാർലമെൻ്ററി കാര്യം, ന്യൂനപക്ഷം. കിരൺ റിജിജു പാർലമെൻ്ററി കാര്യം, ന്യൂനപക്ഷം. അടുത്തത് നമ്മുടെ ഹർദീപ് സിംഗ് പൂരി പെട്രോളിയം, പ്രകൃതിവാതകം. അതായത് ഇനിയിപ്പം നമുക്ക് എന്താണ്, നമ്മൾ പൊതുവേ നമ്മൾ കേരളത്തിലെ എല്ലാ കാര്യം ഈ പെട്രോളിനൊക്കെ വില കൂടി എപ്പോഴും നമ്മുടെ പെട്രോളിയം കേന്ദ്രമന്ത്രിമാരെയാണ് നമ്മൾ എന്താണ് വഴക്ക് പറയുന്നത്, കുറ്റം പറയുന്നത്. അപ്പോൾ ഇനി മുതൽ ഓർത്ത് വെച്ച് നമ്മുടെ പെട്രോളിന് വില കൂടിയ ഇദ്ദേഹത്തെ വഴക്ക് പറഞ്ഞു. അപ്പോൾ ഹർദീപ് സിംഗ് പൂരിയാണ് നമ്മുടെ നിലവിലെ കേന്ദ്ര പെട്രോളിയം പ്രകൃതിവാതക മന്ത്രി കേട്ടോ. ഹർദീപ് സിംഗ് പൂരിയാണ് കേന്ദ്ര പെട്രോളിയം പ്രകൃതിവാതക വകുപ്പ് മന്ത്രി. അടുത്ത നമ്മുടെ ഡോക്ടർ മനസുഖ് മാണ്ഡവ്യ തൊഴിൽ, യുവജനകാര്യം, കായികം. ഇത് പ്രീവിയസ് ആയിട്ട് ചോദിച്ചതാണേ നമ്മുടെ LDC എക്സാമിന്. അപ്പോൾ ഡോക്ടർ മനസുഖ് മാണ്ഡവ്യ എന്താണ്? തൊഴിൽ, യുവജനകാര്യം, കായികം. ഇതും കണക്ട് ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഈ മനസുഖം അത് നമുക്ക് തൊഴിൽ നല്ലൊരു എന്താണ്, നമ്മൾ പഠിക്കുന്നത് എന്തിനാണ്? നമ്മൾ നല്ലൊരു ഗവൺമെൻറ് ജോലിക്ക് വേണ്ടിയല്ലേ പഠിക്കുന്നത്. അപ്പോൾ നമുക്കൊരു ഗവൺമെൻറ് ജോലി കിട്ടിക്കഴിഞ്ഞാൽ, നമുക്ക് നല്ലൊരു തൊഴിൽ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്താണ്, ഒരു മനസ്സമാധാനവും മനസ്സുഖവും വരും. കണക്ട് ചെയ്തേ. എപ്പോഴും തൊഴിൽ വേണ്ടത് ആർക്കാ? ചെറുപ്പക്കാർക്കല്ലേ വേണ്ടത്. അപ്പോൾ അതിൻ്റെ കൂടെ യുവജനകാര്യം കണ്ടോ, എപ്പോഴും തൊഴിൽ വേണ്ടത് ചെറുപ്പക്കാർക്കാണ്. അതുപോലെ തന്നെ ചെറുപ്പക്കാരികളുമാണ് കൂടുതലും എന്താണ് സ്പോർട്സ് പോലുള്ള ഐറ്റംസിൽ പങ്കെടുക്കുന്നത്. അതുകൂടെ കണക്ട് ചെയ്തോ. ഡോക്ടർ മനസുഖ് മാണ്ഡവ്യ തൊഴിൽ, യുവജനകാര്യം, കായിക വകുപ്പ് മന്ത്രി. ക്ലിയർ അല്ലേ? അടുത്ത നമ്മുടെ ജി കിഷൻ റെഡ്ഡി കൽക്കരി ഖനി. പിന്നെ ചിരാഗ് പസ്വാൻ ഭക്ഷ്യ സംസ്കരണം കേട്ടോ. ചിരാഗ് പസ്വാൻ ഒരു സിനിമാ നടൻ കൂടിയാണ്. നമ്മുടെ ബോളിവുഡിലൊക്കെ ഉള്ളൊരു നടനായിരുന്നു ചിരാഗ് പസ്വാൻ. അദ്ദേഹത്തിന് നൽകിയ വകുപ്പുകളാണ് ഭക്ഷ്യ സംസ്കരണം കേട്ടോ. ചിരാഗ് പസ്വാൻ ഭക്ഷ്യ സംസ്കരണം. പിന്നെ അടുത്ത CR പാട്ടീൽ ജലശക്തി വകുപ്പാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. CR പാട്ടീൽ ജലശക്തി വകുപ്പ്. അപ്പോൾ ഒന്നുകൂടെ നോക്കാം നമുക്ക്. അന്നപൂർണ ദേവി വനിതാ ശിശുക്ഷേമം, കിരൺ റിജിജു പാർലമെൻ്ററി കാര്യം, ന്യൂനപക്ഷം, ഹർദീപ് സിംഗ് പൂരി പെട്രോളിയം പ്രകൃതിവാതകം, ഡോക്ടർ മനസുഖ് മാണ്ഡവ്യ തൊഴിൽ, യുവജനകാര്യം, കായികം, ജി കിഷൻ റെഡ്ഡി കൽക്കരി ഖനി, ചിരാഗ് പസ്വാൻ ഭക്ഷ്യ സംസ്കരണം, CR പാട്ടീൽ ജലശക്തി കേട്ടോ. പിന്നെ നമുക്ക് അടുത്ത് നോക്കാം. നമുക്ക് സഹമന്ത്രിമാർ 36 പേരുണ്ട്. അത് പ്രധാനപ്പെട്ട സഹമന്ത്രിമാരുടെ കാര്യങ്ങൾ മാത്രമേ നമ്മൾ ഇന്ന് പഠിക്കുന്നുള്ളൂ. അപ്പോൾ മെയിനായിട്ട് നമുക്ക് വരുന്നത് സുരേഷ് ഗോപിയാണ്. നമുക്കറിയാം സുരേഷ് ഗോപി നമ്മുടെ കേന്ദ്ര സഹമന്ത്രിയാണ്. നമ്മുടെ തൃശ്ശൂരിൽ നിന്ന് ലോക്സഭാ ഇലക്ഷന് ജയിച്ചാണ്. കേരളത്തിൽ ആദ്യമായിട്ടൊരു BJP കാൻഡിഡേറ്റ് ജയിക്കുന്നൊരു മണ്ഡലമാണ് തൃശ്ശൂർ. അതാരാണ് ജയിച്ചത്? സുരേഷ് ഗോപിയാണ് ജയിച്ചത്. അപ്പോൾ അദ്ദേഹത്തിന് നൽകിയ വകുപ്പുകളാണ് പെട്രോളിയം. അപ്പോൾ പെട്രോളിന് വില കൂടിയ നിമിത്തം നമുക്ക് സുരേഷ് ഗോപിയോട് പോയി ചോദിക്കാം കേട്ടോ. അപ്പോൾ പെട്രോളിയം, പ്രകൃതിവാതകം, പിന്നെ ടൂറിസം. പെട്രോളിയം, പ്രകൃതിവാതകം, ടൂറിസം. അപ്പോൾ പെട്രോളിയം പ്രകൃതിവാതകത്തിൻ്റെ നിലവിലെ കേന്ദ്രമന്ത്രി ആരാണ്? ഹർദീപ് സിംഗ് പൂരിയാണ്. പിന്നെ ടൂറിസം സാംസ്കാരിക വകുപ്പ് കേന്ദ്രമന്ത്രി നിലവിലെ ഡോക്ടർ ഗജേന്ദ്ര സിംഗ് ഷെഖാവത്താണ്. അതുകൂടെ ഒന്ന് കണക്ട് ചെയ്ത് വെച്ചോ. സുരേഷ് ഗോപിയുടെ കേന്ദ്ര സഹമന്ത്രിയായ സുരേഷ് ഗോപിയുടെ വകുപ്പുകൾ ഏതൊക്കെയാണ്? പെട്രോളിയം, പ്രകൃതിവാതകം, ടൂറിസം കേട്ടോ. പിന്നെ നമ്മുടെ വേറൊരാളൂടെ പോയിട്ടുണ്ട്, ജോർജ് കുര്യൻ രാജ്യസഭാ അംഗത്വം വഴിയാണ് നമ്മുടെ കേന്ദ്രമന്ത്രി ആയിട്ടുള്ളത്.
അദ്ദേഹത്തെ ഇപ്പം തിരഞ്ഞെടുത്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു മധ്യപ്രദേശിൽ നിന്നും അങ്ങോട്ട് തിരഞ്ഞെടുത്തിട്ടുണ്ട് ജോർജ് കുര്യന് നൽകിയിട്ടുള്ള വകുപ്പുകൾ ന്യൂനപക്ഷം. ഓൾറെഡി അദ്ദേഹം ഒരു ക്രിസ്ത്യൻ അല്ലേ, അപ്പോൾ ന്യൂനപക്ഷ വകുപ്പ്, ഫിഷറീസ്, മൃഗപരിപാലനം, ക്ഷീരോത്പാദനം. അപ്പോൾ ജോർജ് കുര്യൻ ന്യൂനപക്ഷം, ഫിഷറീസ്, മൃഗപരിപാലനം, ക്ഷീരോത്പാദനം എന്നീ വകുപ്പുകളാണ് നൽകിയിട്ടുള്ളത്. പിന്നെ നമുക്ക് കുറച്ച് സ്വതന്ത്ര ചുമതലയുള്ള സഹമന്ത്രിമാരെ നമുക്ക് കുറച്ചൊന്ന് നോക്കണം, പഠിക്കണം. അതായത് ഇതിനകത്തുനിന്ന് ഒരു മന്ത്രി പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ്, അപ്പോൾ അതോടൊന്ന് പഠിച്ചങ്ങ് പോവാം. റാവു ഇന്ദ്രജിത്ത് സിംഗിന് സ്റ്റാറ്റിസ്റ്റിക്സ് പദ്ധതി നിർവഹണം, ആസൂത്രണം, സാംസ്കാരിക സഹമന്ത്രി സ്ഥാനം. കേട്ടോ, സ്വതന്ത്ര ചുമതലയുള്ള സഹമന്ത്രിമാരാണ് ഈ 5 പേര്. ഈ 5 പേരുടെ പേരുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റാവു ഇന്ദ്രജിത്ത് സിംഗ് ഏതൊക്കെ വകുപ്പുകളാണ്? സ്റ്റാറ്റിസ്റ്റിക്സ് പദവി നിർവഹണം, ആസൂത്രണം, സാംസ്കാരിക സഹമന്ത്രി സ്ഥാനം. പിന്നെ അടുത്തത് നമ്മുടെ ഡോക്ടർ ജിതേന്ദ്ര സിംഗ് ശാസ്ത്ര സാങ്കേതികം, ഭൗമശാസ്ത്രം. ഇതിനു പുറമെ പ്രധാനമന്ത്രിയുടെ ഓഫീസിൻ്റെയും പ്രധാനമന്ത്രിയുടെ വകുപ്പുകളുടെയും സഹമന്ത്രി കൂടിയാണ് ഈ ഡോക്ടർ ജിതേന്ദ്ര സിംഗ്. കേട്ടോ, ഡോക്ടർ ജിതേന്ദ്ര സിംഗ്. അടുത്തത് അർജുൻ റാം മേഘ്വാൾ നിയമം, പാർലമെൻ്ററി കാര്യ സഹമന്ത്രി സ്ഥാനവും. അപ്പം നിയമവും അതുപോലെ തന്നെ പാർലമെൻ്ററി കാര്യ സഹമന്ത്രി സ്ഥാനം അർജുൻ റാം മേഘ്വാളിനാണ്. പിന്നെ അടുത്തത് പ്രതാപ് രാജു ജാദവ് ആയുഷ് പുറമെയുള്ള ആരോഗ്യ സഹമന്ത്രി സ്ഥാനം. ആരോഗ്യ സഹമന്ത്രി സ്ഥാനമാണ് നമ്മുടെ പ്രതാപ് രാജു ജാദവിന് വന്നത്. ആയുഷ് എന്താണ്? ആയുഷ് എന്ന് പറയുമ്പോൾ നമ്മുടെ നോൺ അലോപ്പതിക്ക് അല്ലാത്ത എല്ലാ കാര്യങ്ങളും വരുന്നതാണ് ആയുഷ് എന്ന് പറഞ്ഞ, അറിയാലോ, ആയുഷ് എന്ന് പറഞ്ഞ വകുപ്പ് വരുന്നത്. അതിനകത്ത് ഹോമിയോ വരും, സിദ്ധ വരും, ആയുർവേദം വരും, അങ്ങനത്തെ അതാണ് ആയുഷ് എന്ന് പറയുന്നത്, അതറിയാലോ. അപ്പോൾ പ്രതാപ് രാജു ജാദവിൻ്റെ വകുപ്പുകൾ ഏതൊക്കെയാണ്? ആയുഷ് പുറമെ ആരോഗ്യ സഹമന്ത്രി സ്ഥാനവുമാണ്. പിന്നെ അടുത്തത് ജയന്ത് ചൗധരിയാണ്. ഇതാണ് പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുള്ളത്. ജയന്ത് ചൗധരിയാണ് നൈപുണ്യ വികസനം പുറമെ വിദ്യാഭ്യാസ സഹമന്ത്രി സ്ഥാനം. അപ്പോൾ ജയന്ത് ചൗധരി എന്താണ്? നൈപുണ്യ വികസനം പുറമെ വിദ്യാഭ്യാസ സഹമന്ത്രി സ്ഥാനവും അദ്ദേഹത്തിൻ്റെ വകുപ്പുകളായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ കേന്ദ്ര മന്ത്രിസഭയുമായിട്ട് ബന്ധപ്പെട്ട് വരേണ്ടത്. ഈ സഹമന്ത്രി സ്ഥാനമൊക്കെ ചോദിക്കാൻ ചാൻസ് വളരെ കുറവാണ്. ഏതോ ഒരു എക്സാമിന് കഴിഞ്ഞിടയ്ക്ക് ചോദിച്ചിട്ടുണ്ട്, പ്രതാപ് രാജു ജാദവിൻ്റെ ഞാൻ തോന്നുന്നു, ഏതോ ഒരു പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അപ്പം മെയിനായിട്ട് നമ്മുടെ കേന്ദ്രമന്ത്രിമാരുടെ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ നമ്മുടെ കേന്ദ്ര സഹമന്ത്രിമാരായിട്ടുള്ള സുരേഷ് ഗോപി, ജോർജ് കുര്യൻ, അവരുടെ വകുപ്പുകൾ, പിന്നെ മെയിൻ കേന്ദ്രമന്ത്രിമാരുടെ വകുപ്പുകൾ, കാര്യങ്ങളെല്ലാം അറിഞ്ഞിരിക്കണം. പരീക്ഷയ്ക്ക് ഒരു മാർക്ക് ഷുവർ ഷോട്ട് ക്വസ്റ്റ്യൻസ് ആണ് കറണ്ട് അഫെയർ പാർട്ടിൽ നിന്ന്. അപ്പോൾ മാക്സിമം ഇത് നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ മാക്സിമം നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ എല്ലാവരും കാണാൻ ശ്രമിക്കണം. പുതിയതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ടെലഗ്രാം ചാനൽ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിരും. ടെലഗ്രാം ചാനലിലൂടെ ഒന്ന് ജോയിൻ ചെയ്യണം. പെട്ടെന്നുള്ള അപ്ഡേറ്റുകൾ, കറണ്ട് അഫെയർ, ഡെയിലി കറണ്ട് അഫെയർ എല്ലാം നമ്മുടെ ടെലഗ്രാം ചാനലിൽ വരുന്നതാണ്. ഡെയിലി കറണ്ട് അഫെയർസ് വരുന്നതാണ്. കുറച്ചുകൂടി ഉപകാരപ്പെടും. നിങ്ങളിപ്പോൾ ഒരു പത്രം വായിക്കുന്നതിനെക്കാട്ടിലും വളരെ സുഖമായിട്ട് നമ്മുടെ ടെലഗ്രാം ചാനലിൽ കയറുവാണെങ്കിൽ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം ഡെയിലി ഇടുന്നതാണ്. അപ്പം ഇത്രേ പറയാനുള്ളൂ. പുതിയൊരു ക്ലാസ്സുമായിട്ട് ഉടനെ തന്നെ എത്തുന്നതാണ്. ഏതെങ്കിലും ടോപ്പിക് എടുത്തു തരണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിച്ചാൽ മതി. പുതിയൊരു ക്ലാസ്സുമായിട്ട് ഉടനെ തന്നെ എത്തുന്നതാണ്. താങ്ക് യു ഓൾ.